ഇത് സ്ട്രെച്ച് ഫിലിം ആണിത്. പാക്കിംഗ് രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്ട്രെച്ച് ഫിലിം. സ്ട്രെച്ച് ഫിലിം സംഭവം പാക്കിങ്ങിന് മാത്രമല്ല, നമ്മുടെ വീടുകളിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സ്ട്രെച്ച് ഫിലിം അതിന്റെ ആ വാക്കിൽ തന്നെ സ്ട്രെച്ച്, നമ്മൾ വലിക്കുക, ധാരാളം വലിക്കാൻ പറ്റും. 100 മീറ്ററുള്ള ഒരു സ്ട്രെച്ച് ഫിലിം നമുക്ക് 200 മീറ്ററോളം ചുറ്റാൻ പറ്റും. LD സ്ട്രെച്ച് ഫിലിം എന്നാണ് ഇതിന്റെ ശരിയായ പേര്. ഇത് ഈ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ കാർട്ടൺ, അതുപോലെ പാർസൽ വരുന്ന ഇതുപോലെ ചെറിയൊരു കാർട്ടൺ ആണെങ്കിൽ പോലും ഈ ഒരു ഇത് വെച്ച് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത് വലിക്കാം, നല്ല പോലെ വലിച്ച് നമുക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിച്ച് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കുക. അതുപോലെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പല അളവിലുണ്ട്. 4 ഇഞ്ച്, 6 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാനുവൽ ചെയ്യുന്നത്, 2 മെഷീൻ റാപ്പ് ചെയ്യുന്നത്. ചെറിയ ബിസിനസ്സുകാരെല്ലാം ചെയ്യുന്നത് മാനുവൽ സ്ട്രെച്ച് റാപ്പിംഗ് ആണ്. ഇത് ഇപ്പൊ നമുക്കൊരു നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഒരു കൊറിയർ അയച്ചു കൊടുക്കണമെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാം. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ ചില ഗ്രൂപ്പായിട്ട് കുറെ കാർട്ടണിൽ ചെയ്തിട്ട് ആ കാർട്ടൺ പൊടി പിടിക്കാതിരിക്കാം, മഴ നനയാതിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ഡാമേജ് വരാതിരിക്കാനല്ല ഈ സംഭവമാണ് ചുറ്റുന്നത്. ഇതിനെ പലരും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പേര് സ്ട്രെച്ച് ഫിലിം എന്നാണ്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ അതും പക്ഷെ മെഷീൻ വഴിയാണ്. മെഷീൻ വഴി ഇങ്ങനെ റാപ്പ് ചെയ്താൽ നമുക്ക് 100% സേഫ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തും എന്നുള്ളതാണ്. ഇത് വീടുകളിൽ എല്ലാവർക്കും ആവശ്യം വരുന്നതാണ്. വീടുകളിൽ നമുക്ക് കുറെ കാലത്തേക്ക് ആവശ്യമില്ലാത്ത ഫർണിച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ പൊതിഞ്ഞു വെക്കാം. ഇതേപോലെ റോളുകളായിട്ടാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. കിലോയിനാണ് ഇത് വിൽക്കുന്നത്. ഏകദേശം 160, 159 രൂപയൊക്കെയാണ്, പ്ലസ് GST ആണ് ഇതിന്റെ റീറ്റെയിൽ വില എന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് കുറഞ്ഞു വരും. ഇങ്ങനെ ഇതേപോലെ 1-2 റോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ വെച്ചാൽ നിങ്ങൾക്ക് വീടുകളിൽ എന്തും ചുറ്റാം. വളരെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ആണ് ഇത്. കാരണം റാപ്പ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വലിച്ചിങ്ങനെ വളരെ വലുതായിട്ട് സ്ട്രെച്ച് ചെയ്ത് ചുറ്റാൻ പറ്റാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് പാക്കിങ്ങിന് മാത്രമല്ല, ഇത് വീടുകളിൽ ആവശ്യം വരുന്നതാണ്. നമ്മൾ പല പർപ്പസിനും ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചില ഫർണിച്ചറുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചുറ്റി വെക്കേണ്ടി വരും. കുറേ നാൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞങ്ങൾക്ക് ഈ ചേരാലൊരു A to Z പാക്കേജിംഗിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഞങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.